വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം ടൂറാണ്. കുറേ നാളിന് ശേഷമാണ് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ഇട്ട് വരുന്നത്. ഏകദേശം ഒരു കുറച്ച് മാസങ്ങളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഹോം ടൂറാണ് ഗൈസ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ടൂറായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മാറി ഞങ്ങളൊരു വേറൊരു വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ, ഞങ്ങളിപ്പം താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇത് ഞാൻ പുറത്ത് നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഫസ്റ്റ് 2 ഗേറ്റുണ്ട്. ഒന്നാമത്തെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കാറൊക്കെ കയറ്റാനുള്ള വലിയ ഗേറ്റാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ഗേറ്റുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഇത് ചെറിയൊരു കയറ്റമാണ്. കയറ്റം ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ഇതാണ് വഴി. അപ്പോൾ ഇന്ന് ഞാൻ തൂത്ത് ഇവിടെയൊക്കെ കത്തിച്ച്, ഇന്നല്ല, ഞാൻ ഇവിടെ കുറേ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇഷ്ടംപോലെ മരങ്ങളുള്ളത് കൊണ്ട് എപ്പോഴും ചവറാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് കത്തിച്ച് ഇവിടെ തീ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ തീ ഇടണത്. ഇവിടെയൊക്കെ തൂത്ത് തീ ഇടണത് ഇവിടെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങൾ ലീസിനെടുത്ത വീട്. സ്വന്തം വീടല്ല, ലീസിനെടുത്ത വീടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ താഴെ ആരാ ഇരിക്കുന്നതെന്ന് നമുക്ക് പോണു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗേറ്റ്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ കാറൊക്കെ കയറ്റാൻ വേണ്ടി മാത്രമേ അത് തുറക്കുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗേറ്റ്. ഇതാണ് കുട്ടി ഗേറ്റ്. അപ്പോൾ ഇത് വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ഇന്ന് രാവിലെ മാവല്ല അരി ആട്ടാൻ കൊടുത്തിരുന്നു. അപ്പോൾ അരി ആട്ടി കൊണ്ടുവന്നുള്ള പാത്രമാണ്. അപ്പം നമുക്ക് ഗേറ്റ് തുറന്നു. ഗൈസ്, ഇതാണ് മുറ്റം. മുറ്റം അത്യാവശ്യം നല്ലൊരു വലിയ മുറ്റമാണ്. ഒരു തുളസി തറയുണ്ട്. തുളസിയൊക്കെ വാടി. ഞാൻ വെള്ളം ഒഴിക്കും സ്ഥിരം. പിന്നെ എന്താണ് വാടണേന്ന് അറിഞ്ഞൂടാ. പിന്നെ ഗൈസ്, ഇവിടെ ഒരു മരമുണ്ട്. അപ്പോൾ ഇത് എന്ത് മരമാണെന്ന് എനിക്ക് ഇത്രയും നാളും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ കാ വന്നപ്പോൾ മനസ്സിലായി. ഇതിലൊരുപാട് കാ നിൽപ്പുണ്ട് ഗൈസ്. ഇത് റംബൂട്ടാനാണ്. ഇഷ്ടം പോലെ കാ നിൽപ്പുണ്ട്. കണ്ടോ, എല്ലായിടത്തും കാ നിൽപ്പുണ്ട്. ഉണ്ടോ, ഇഷ്ടം പോലെ കാ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ പിന്നെ വരിക്കയും കൂഴയും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്തുവാണെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉള്ള മരമാണ് കേട്ടോ. ഞാൻ നട്ടതൊന്നുമല്ല. പിന്നെ ഇവിടെ ഒരു തുളസി, അത് ഞാൻ നട്ടതാണ്. ഞാൻ നട്ടതല്ല, ചെടിച്ചട്ടി ഇവിടെ ഉണ്ടായിരുന്നു. തുളസി ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ്. പിന്നെ ഇതെന്തോ ചെടിയാണെന്ന് അറിഞ്ഞൂടാ. ഇത് ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ ഉള്ളതാണ്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണം. ഇതെന്തോ ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് നമ്മൾ ലേറ്റസ്റ്റ് ഇപ്പം ഞാൻ എടുത്ത വണ്ടിയാണ്. ഇതാണ് എൻ്റെ വണ്ടി. പിന്നെ ഇവിടെ ഒരു ബൈക്കുണ്ട്. ഇവിടെ ഒരു കാറുണ്ട്. ഇതാണ് നമ്മളെ കാർ പോർച്ച് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ കാർ പോർച്ചാണ്. ഓക്കെ ഗൈസ്, പുറത്തിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു തുളസി തറയുണ്ട്. തുളസിയൊക്കെ വാടി. അപ്പം നമുക്ക് വീട്ടിൻ്റെ അടുക്കത്തോട്ട് പോകാം. അതിനു മുമ്പ് ഗൈസ്, ഇത് ഞാൻ നട്ടതാണ് കേട്ടോ. ഇത് എന്തോ ചെടി, ഇതിനെന്തോ ഗൈസ് പറയുന്നത്, മണി പ്ലാന്റ് ആണെന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇവിടെ ഒരെണ്ണം വച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരെണ്ണം വച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരെണ്ണം വച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വച്ചതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. പുറത്തെ സിറ്റ് ഔട്ട് ഇതാണ്. പിന്നെ ഈ പോർഷൻ ഇത്രയേ ഉള്ളൂ സ്ഥലം. അവിടെ ആരാ കിടക്കുന്നതെന്ന് കണ്ട, പോത്താണ്. പോത്ത് ആരോ കൊണ്ട് കെട്ടിയിരിക്കണേണ്. അത് നമ്മളെ ജാക്കിപ്പൈ. എൻ്റെ ജാക്കിപ്പോ ചുണ്ടനി, നീ ചുണ്ടരി പെണ്ണി. അപ്പോൾ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. കാര്യമായിട്ടൊന്നുമില്ല. ഒരു കസാര ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു ചവിട്ടി കാണിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മീഷോ ഒന്ന് ഓർഡർ ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടെ ഇട്ടേക്കാം. ഹോം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് വന്ന് കയറുന്ന ലിവിങ് സ്പേസ്. പിന്നെ എന്തോ പറയാം,
ഡൈനിങ് ലിവിങ് അങ്ങനെ എല്ലാം ഇതാണ്. നല്ല അത്യാവശ്യം വലിയൊരു ഹോളാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫർണിച്ചേഴ്സൊന്നും അധികമില്ല. കാരണം ഇങ്ങനെ വീട് മാറി മാറി പോകുന്നത് കൊണ്ട്, ഇതിപ്പോൾ ലീസിനെടുത്തതാണല്ലോ, അതുകൊണ്ട് നമ്മൾ വലിയ ഫർണിച്ചേഴ്സൊന്നും വാങ്ങിച്ചിട്ടിട്ടില്ല. പിന്നെ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ട് വലിയ ഫർണിച്ചേഴ്സൊന്നും വാങ്ങിച്ചിട്ടിട്ടില്ല. കുറച്ച് കസാര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളല്ല, ഒരു ടീപ്പോയി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ജാക്കിക്കൂട്ട. അപ്പം നിങ്ങൾ വിചാരിക്കും ഗൈസ്, അപ്പം നിങ്ങൾ ചിലപ്പം വിചാരിക്കും നമ്മൾ ഇങ്ങനെ പുറത്ത് ഇതൊക്കെ കണ്ടപ്പോൾ ജാക്കിയുടെ കൂട് എവിടെ, ജാക്കിക്ക് കൂടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഗൈസ്, ഞങ്ങൾ ജാക്കിക്ക് ഇവിടെ കൂടൊന്നും വച്ചിട്ടില്ല. കൂട് അങ്ങനെ കെട്ടിയിട്ടുമില്ല. കാരണം ജാക്കി എപ്പോഴും നമ്മളെ കൂടെയാണ്. ഇതാ കിടക്കുന്നുണ്ടോ, ജാക്കി എപ്പോഴും നമ്മളെ കൂടെയാണ്. ആ വീട്ടിൻ്റെ അകത്ത് തന്നെ അവൻ. പിന്നെ ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പുറത്ത് ഗേറ്റിൽ ചങ്ങലയിൽ കുറച്ച് നേരം കെട്ടിയിടും. അത് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കെട്ടിയിട്ട ഉടനെ തന്നെ അവൻ അഴിച്ചു വിട്ടില്ല. അവൻ പിന്നെ വിളിച്ച് ബഹളം ഉണ്ടാക്കി അവിടെ കുത്തി തോണ്ടിയിട്ട് മണ്ണുണ്ടെങ്കിൽ അതിനെ കുഴിച്ച് അവനെ കൊണ്ട് ചോറ് വെച്ചേക്കണമെങ്കിൽ അതിനെ ചവിട്ടിത്തള്ളിയിട്ട് വെള്ളം വെച്ചേക്കണമെങ്കിൽ കമഴ്ത്തിയിട്ട് അങ്ങനെ അവനെ കൊണ്ട് പറ്റണതെല്ലാം അവൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവനങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കൂടൊന്നും കെട്ടിയിട്ടില്ല. എപ്പോഴും എൻ്റെ കൂടെ അതിൻ്റെ അകത്ത് തന്നെ, വീടിൻ്റെ അകത്ത് തന്നെ. പിന്നെ രാത്രി മാത്രം കിടക്കാൻ നേരത്ത് പുറത്ത് സിറ്റ് ഔട്ടിൽ ഒരു ഷീറ്റ് വിരിച്ചു കൊടുക്കും, അതിൽ കിടക്കും. രാവിലെ ആകുമ്പോൾ ഷീറ്റിനെടുത്ത് മതിൽ ഇട്ടേക്കും, അത്ര തന്നെ. ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഞാൻ ജാക്കിയെ പുറത്താക്കിയാൽ അവൻ കതവിനെ തുറന്ന് അകത്ത് കയറി വരും. അതുകൊണ്ട് അതും പറ്റൂല. പുറത്താക്കുകയാണെങ്കിൽ എന്തോ കഥ കുറ്റിയിട്ടേക്കണം, അല്ലെങ്കിൽ അവൻ കതവ് തുറന്നു വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജാക്കി ഇങ്ങ് ബാ പുറത്ത് പോ. ഞാൻ പോണു, ബാ. എടാ വാ ജാക്കി, എണീറ്റ് മാരാ, നിന്നെ പുറത്താക്കട്ടെ. ബാ ബാ മക്കള് ബാ പുറത്തു. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. അവനെ പുറത്താക്കി ഇതൊക്കെ കതവ് അടയ്ക്കുകയാണേ. അവൻ കതവിനെ ചവിട്ടി തുറന്ന് കയറി വരും. ഇപ്പം നോക്കിയോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അവൻ ഇപ്പം തുറക്കും. കണ്ടാ ഇതാണ് അവൻ്റെ കുഴപ്പം. എന്തിനാടാ കഥ തുറന്നത്? പുറത്തു പോ ജാക്കി, പുറത്തു പോ. എടാ പുറത്തു പോടാ. എടാ ഇവിടെ വാ ജാക്കി, ഇവിടെ വാ. ഞാൻ പോണേ, ചേച്ചി പോണു. ബാ മക്കള് വാ, ഇങ്ങ് വരേ. ജാക്കിയേ, കളിക്കല്ലേ, നല്ല മക്കളല്ലേ. ബാ കിടക്കണ്ടെന്ന്. ബാ എല്ലാം തള്ളിയിട്ട് ബാ. വേണ്ട പൂച്ച ഓടിച്ച്. ബാ ഇറങ്ങി വാ. പൂച്ചയെ പിടിച്ചോ. ഗൈസ്, അവൻ പുറത്ത് പോവില്ല. അവനെ പുറത്താക്കണം ഭയങ്കര പാടാണ്. അവൻ എപ്പോഴും ഇനി കമ്പെടുത്തേ പറ്റൂ. കടിക്കോ ചേച്ചി, കടിക്കോ? ബാ എണീറ്റ് വാ. ഇവിടെ വാടാ, എണീറ്റ് വാടാ. പോടാ, പുറത്ത് വാടാ. ഇവിടെ വാ ജാക്കി, പുറത്ത് പോടാ, പുറത്ത് പോടാ. പോ. ഗൈസ്, അവനെ പുറത്താക്കി. നില്ല്, അകത്ത് കയറണ്ട. ഇങ്ങോട്ട് നോക്ക്, അകത്ത് കയറി പോവരുത് ജാക്കി, അകത്ത് കയറരുതേ കേട്ടാ. ഇങ്ങോട്ട് നോക്ക് ജാക്കി, ഇങ്ങോട്ട് നോക്ക്. ഇപ്പം നോക്കിയോണേ ഗൈസ്, ഞാൻ അവനെ പുറത്താക്കി കതവ് അടച്ചേ. ഇപ്പം അവൻ ചവിട്ടി തുറന്നു. കണ്ടാ, ഇതാണ് അവൻ്റെ പ്രശ്നം. അപ്പോൾ മനസ്സിലായില്ല, ജാക്കി അപ്പം പുറത്താക്കാൻ പറ്റൂല. കാരണം അവനെ പുറത്താക്കിയാൽ അവൻ കഥയിലെ ഹാൻഡിലിനെ എണീറ്റ് നിന്ന് കാലുകൊണ്ട് ചവിട്ടി തുറന്ന് കയറി വരും. അപ്പോൾ അതുകൊണ്ട് അവൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ നമ്മളെ വീട്ടിലെ ഒരാളെ പോലെ തന്നെ ജാക്കി. നമ്മൾ 3 പേരുണ്ട്. ഞാനും ചക്കും ജാക്കി, നമ്മൾ 3 പേരും. പിന്നെ പട്ടിയാണ്, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഡാ ജാക്കി ഇറങ്ങ്. അപ്പോൾ നമുക്കിനി ഹോം ടൂറിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട് ഇതാണ്. എന്തായാലും ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. കാരണം
ഞാൻ ഈ വീഡിയോ എടുക്കണതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേറെ ആരുമില്ല, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കണതുകൊണ്ട് എന്നെ കാണാൻ പറ്റൂല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഹോള് അത്യാവശ്യം നല്ല വലിയ ഹോളാണ്, ഇത്രയും വലിയ ഹോളാണ്. അപ്പം നമ്മൾ ഇവിടെയാണ് ടി വി വെച്ചേക്കുന്നത്. ഇവിടെ ടി വി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ബോട്ടിലൊക്കെ എന്താ ചെടി നട്ടിട്ടുണ്ട്. ഇത് മണി പ്ലാന്റ് ആണെന്നുള്ള വിശ്വാസത്തിലാണ് വെള്ളത്തിലാണ്, കുപ്പിയിൽ, ഇതൊരു ബോട്ടിലാണ്, ഇതിൽ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ അതിൽ വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇതുവരെ വാടിയൊന്നുമില്ല, അപ്പോൾ പൊടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതും മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടെ ടി വി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടീപ്പോ ഇട്ടിട്ടുണ്ട്. 2, 3, 4, 5 കസേര വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരുത്തൻ കിടപ്പുണ്ട്. ഇത് നമ്മുടെ വാഷ് ബേസിനാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട് വാഷ് ബേസിനാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടേബിൾ ഇട്ടേക്കണം. പക്ഷേ ഇവിടെ ഇരുന്ന് ആരും ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇവിടെയാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിക്കാൻ നല്ലൊരു സ്ഥലം എനിക്ക് കിട്ടി ഗൈസ്. ഇവിടെയാണ് വിളക്ക് കത്തിക്കണം. പിന്നെ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം, ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോഴേ ഈ വീട്ടിൽ ഈ കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്. അപ്പോൾ അതെന്താ ഇവരിവിടെ വച്ചിട്ട് പോയ, നേരത്തെ താമസിച്ച ആൾക്കാർ വച്ചിട്ട് പോയ എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, ഇവിടെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ഈ കൈ കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. കൈ കുറച്ച് കണ്ടോ, കൈ കുറച്ച് ഇളവി പോയിട്ടുണ്ട്. അതുകൊണ്ടാണോ വച്ചിട്ട് പോയതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഇപ്പോഴും വിളക്ക് കത്തിക്കണത് ഇവിടെയാണ്. അപ്പോൾ ചിലവർ പറഞ്ഞു അങ്ങനെ പൊട്ടിയ വിഗ്രഹം ആയതുകൊണ്ട് അവിടെ വിളക്ക് കത്തിച്ചൂടെന്ന് പറയുന്ന 1-2 പേര് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പം വന്ന സമയത്ത് വിളക്ക് കത്തിച്ചത് ഇവിടെ ആയതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിളക്ക് കത്തിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വിളക്ക് കത്തിക്കുന്ന സ്ഥലം. നല്ലൊരു അലമാരി ഇവിടെ ഉണ്ട് ഗൈസ്. നല്ലൊരു അലമാരി ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജനലുണ്ട്. അപ്പോൾ ഇവിടെയും ആ കുപ്പിയിൽ ഇതുപോലെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം വച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കുറച്ച് നല്ല ഏരിയ ഉള്ള നല്ല വലിയ ഹാളാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ 2 പേരെ കല്യാണ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു കൂടാരമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നേരത്തെ താമസിച്ചിരുന്നവർ വിളക്ക് കത്തിച്ചിരുന്ന ഇവിടെയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ വിളക്കൊന്നും കത്തിക്കണില്ല, ജസ്റ്റ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്, ജസ്റ്റ് ഇതിങ്ങനെ വച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അത് വാടിപ്പോയി ഗൈസ്. ഇതും വെള്ളത്തിലാണ് വെച്ചത്, പക്ഷേ അത് വാടിപ്പോയി. പിന്നെ ഇവിടെ ഒരെണ്ണം വച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നല്ല കുറച്ച് വളർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കീ വയ്ക്കാനുള്ളൊരു സംഭവം തൂക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ചാർജറാണ്, ചേതക്കിൻ്റെ ചാർജറാണ്. അതിവിടെ ഈ ചാർജർ ഇവിടെ വെച്ചിട്ട് നമ്മൾ വണ്ടി ഇവിടെ പുറത്ത് ഇവിടെ വയ്ക്കും, എന്നിട്ട് ഈ ജനലിൽ കൂടി ഇങ്ങനെയാണ് ചാർജ് ചെയ്യണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. ഇത് നമ്മളെ ജാക്കിക്കുട്ടൻ. ജാക്കിക്കുട്ടൻ്റെ പൊന്നൂസ്, ചേച്ചിയുടെ പൊന്നൂസ് എവിടെ? ചേച്ചിയുടെ പൊന്നൂസ് എവിടെ? എന്താ പൊന്നു പെണ്ണ് വെളിയിൽ പോവാത്തെന്ത്? എന്താ സുണ്ടറി വെളിയിൽ പോവാത്തെന്ത് സുണ്ടറി? ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമ്മളെ താഴത്തെ ഹോളിൽ ഒരു ബെഡ്റൂമും ഒരു കിച്ചണുമാണ് ഉള്ളത്. അപ്പോൾ ഇത് ബെഡ്റൂം, ഇത് കിച്ചൺ. അപ്പം ഞാൻ കിടക്കുന്ന താഴത്തെ ബെഡ്റൂമിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ്, കുഴപ്പമില്ല, നല്ലൊരു ബെഡ്റൂമാണ്. ഇവിടെ വേറെ കാണിക്കൊന്നുമില്ല ഗൈസ്. ഒരു അലമാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വീട് നമ്മൾ താമസിക്കാൻ വന്നപ്പോഴേ ഉള്ള ഒരു അലമാരിയാണ്. പക്ഷേ അലമാര മൊത്തം ചെത്ത്, അതിൻ്റെ എല്ലാം ചെത്ത് ഒരു പണിയായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൊന്നും വച്ചിട്ടില്ല. ഇത് നമ്മളെ അലമാരിയാണ്, ഇതിലാണ് എല്ലാ സാധനങ്ങളും വച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സ് ഇടാനുള്ളൊരു കമ്പി സംഭവം വച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ബെഡ്. പിന്നെ ഒരു ബാത്റൂമുണ്ട് ഗൈസ്. 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 3 ബെഡ്റൂമിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഞാൻ ബാത്റൂമൊന്നും വലിയ കാണിക്കണില്ല ഗൈസ്. ഇതാണ് ബാത്റൂമൊന്നും വലിയ കഴിയൊന്നുമില്ല, എന്നാലും കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ബാത്റൂം. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, വലിയ ബാത്റൂം തന്നെ.
ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അപ്പോൾ നമുക്കിനി അടുത്ത കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ കിച്ചണും അത്യാവശ്യം. ഇവിടെ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യമുള്ള കിച്ചൺ വലിയ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കിച്ചണിൽ കുറേ അലമാരിയുണ്ട് ഗൈസ്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മുകളിലൊക്കെ എന്താണെന്ന് പോലും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല, കാരണം എനിക്ക് എത്തൂല, ഞാൻ അത് തുറന്നിട്ടുമില്ല ഇതുവരെയും. പിന്നെ ഇവിടെയൊക്കെ അലമാരിയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നല്ല അലമാരിയുണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ ഗ്യാസ് വെച്ചേക്കുന്നത്. അതിൻ്റെ കുറ്റി പുറത്താണ് വെച്ചേക്കുന്നത് ഗൈസ്, കാരണം അവിടുത്തെ ഹോള് എവിടെയെന്ന് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലും ഞാൻ ഇതുപോലൊരു ചെടി വെച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലതായിട്ട് വളർന്ന് നിൽപ്പുണ്ട്, അങ്ങനെ കരിഞ്ഞൊന്നുമില്ല. പിന്നെ കുറച്ച് ഇലകൾ ഇവിടെ കരിഞ്ഞെങ്കിലേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങൾ, സോപ്പ്, എണ്ണ, ലൈസോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി പാചകത്തിനുള്ള സാധനങ്ങളെല്ലാം ഗൈസ് ഞാൻ അതൊന്നും തുറന്ന് കാണിക്കണില്ല. പാചകത്തിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെയാണ് ഗൈസ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. പിന്നെ ഈ ഡോറിൻ്റെ പുറത്ത് അടുക്കളയൊന്നുമില്ല, ജസ്റ്റ് ഒരു നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ല് 2 സൈഡിൽ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെയർ. പിന്നെ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നും, ഇത് ആക്രി സാധനമൊന്നുമല്ല ഗൈസ്. ഇത് ചക്കു, അതായത് എൻ്റെ ഹസ്ബൻഡ് മെഡിക്കൽ റെപ്പാണ്. അപ്പോൾ അതിൻ്റെ അവർക്ക് മെഡിസിൻ സാമ്പിൾ വരും. അപ്പോൾ സാമ്പിളാണ് ഞാൻ ഈ ബോക്സുകളിൽ ഇവിടെ വച്ചേക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ഇതിപ്പം ജാക്കി തള്ളിയിട്ടതാണ് ഗൈസ്. ഇതെല്ലാം സാമ്പിൾ വരണതാണ്, അല്ലാതെ ആക്രി സാധനമൊന്നുമില്ല. അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അപ്പം നമുക്കിനി മുകളിലോട്ട് പോകാം. മുകളിലോട്ട് പോകുമ്പോൾ ഇപ്പം നോക്കിയോ, ജാക്കിയും കൂടെ കയറി വരും. ഇപ്പം നോക്കിയോ, ഉണ്ടോ? ഞാൻ അനങ്ങിയ അവൻ എൻ്റെ കൂടെ അനങ്ങും. ഞാൻ താഴോട്ട് പോയാൽ അവൻ എൻ്റെ കൂടെ വരും. കയറി വാ. അവൻ എന്താണെന്നാണ് പുറത്ത് വരത്ത്. ഇപ്പം ഞാൻ ഇറങ്ങി ഓടുമ്പോൾ തിരിച്ച് കയറിയിട്ട് നോക്കിയാണ് മുകളിൽ നിന്ന്. ഇറങ്ങി ഓടിയോണ്ട് അവിടെ നോക്കിയാണ്. ഞാൻ പോണേ, ടാറ്റ ജാക്കി, ടാറ്റ. ഞാൻ പോണേ, ടാറ്റ. എൻ്റെ ചുഞ്ഞി പെണ്ണാണ്, എൻ്റെ ശുഞ്ഞി എവിടെ? ചേച്ചിയുടെ ഉണ്ണിയപ്പം എടുക്കരുത്. ഇവിടെ ഒരു കവർ ഉണ്ണിയപ്പം ഇരിപ്പുണ്ട്, അതുകൊണ്ട് അവൻ എപ്പോഴും ഇവിടെ തന്നെ. കയറി വാ മക്കള്, വാ ജാക്കി, ഇന്ന് വാ ഗൈസ്. അപ്പോൾ ഇതാണ് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പ്. പിന്നെ ഞങ്ങളാരും മുകളിലോട്ട് അങ്ങനെ കയറാറില്ല. ഞങ്ങൾ ഇപ്പം കണ്ട ഗൈസ്, ഞാൻ ഇറങ്ങി ഓടുമെന്നും പറഞ്ഞ് അവൻ എൻ്റെ കൂടെ വരും. ഞാൻ ഒരു കാല് വെച്ച് അവൻ കൂടെ വയ്ക്കും, പള്ളി പെണ്ണും. അപ്പോൾ മുകളിലോട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അധികം കയറാറില്ല, കാരണം ഇവിടെ താഴെ തന്നെ മതി ഞങ്ങൾക്ക്, മുകളിൽ വലിയ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ വൃത്തിയൊന്നും കാണില്ല ഗൈസ്. അപ്പോൾ മുകളിൽ കയറി വരുമ്പോൾ ഇതാണ് താഴത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു ഹോളുണ്ട്. ഇതാണ് മുകളിലത്തെ ഹോള്. ഞാൻ ലൈറ്റ് ഇടാം. ഇതാണ് മുകളിലത്തെ ഹോള്. എവിടെ പോണ് ജാക്കി, എവിടെ പോണ്? ഇങ്ങ് വാ മക്കളിങ്ങ് വാ, ഇങ്ങ് വാ, കയറി വാ. അപ്പോൾ ഗൈസ്, ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ഹോള്. ഒരു അത്യാവശ്യം നല്ല വലിയൊരു ഹോളാണ്. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്, ആ സ്റ്റെപ്പ് കയറി വരണേ ഇവിടെ ഒരു റൂമുണ്ട്. 2 റൂമാണ് ഉള്ളത് ഗൈസ്. അപ്പോൾ 2 റൂമിൽ ഒന്നും വച്ചിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നമുക്കങ്ങനെ വലിയ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല. നമ്മൾ നേരത്തെയും ഇല്ല, പിന്നെ ഞങ്ങൾ സ്വന്തം വീടല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫർണിച്ചേഴ്സ് ഒന്നും അങ്ങനെ അധികം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം, ഇതാണ് സെക്കൻഡ് റൂം. അപ്പോൾ ഫസ്റ്റ് റൂമിലോട്ട് പോയാൽ ഒന്നുമില്ല ഗൈസ്, പ്ലെയിനായിട്ട് കിടക്കുന്ന റൂമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇതുപോലെ ഇവിടെ കുറേ സാമ്പിൾസ് അടുക്കി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. 3 റൂമിലും
അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഗൈസ്. ഇത് ഒരു ബാത്റൂം, അത്യാവശ്യം നല്ല വലിയ ബാത്റൂമാണ്. നമ്മൾ പക്ഷേ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും വരുവാണെങ്കിൽ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അവർ ആ ബാത്റൂം യൂസ് ചെയ്യുക, അല്ലാതെ ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടുന്ന് പോയാൽ ഇതാണ് അടുത്ത റൂം. ഈ റൂമിൽ ഒന്നുമില്ല ഗൈസ്, കാരണം ഇവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ഇവിടെ പിന്നെ ആൾക്കാർ കൂടുതലില്ലാത്തതുകൊണ്ട് ഈ റൂമിലൊന്നും ഒന്നുമില്ല ഗൈസ്. ഇവിടെ അപ്പുറത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ഒരു അലമാരി വെച്ചിട്ടുണ്ട്. അലമാരിയിലും ഒന്നുമില്ല ഗൈസ്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതാണ് ബാത്റൂം. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ തുണി നനയ്ക്കാൻ നല്ലൊരു സൗകര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നേ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഒരു സിറ്റ് ഔട്ടിലോട്ട് പോകാനുള്ളൊരു വാതിലുണ്ട്. പക്ഷേ ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ ഈ ഒരു താക്കോലൊടിച്ച് പൂട്ടിയത് കൊണ്ട് ഇപ്പം തുറക്കാൻ പറ്റില്ല. അതായത് ഈ താക്കോലല്ലായിരുന്നു ഈ വാതിലിൻ്റെ, മാറി പൂട്ടിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ തുറക്കാൻ പറ്റില്ല, കുറേ നാളായി. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പുറത്ത് അത് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം. ചുന്ദരി പെണ്ണിവിടെ, എൻ്റെ മുച്ചി പെണ്ണിവിടെ ഗൈസ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. ഇവിടെയും 2-3 വലിയ ജനലുണ്ട്. പിന്നെ ഇവിടെ ഒരു ജനലുണ്ട് ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം ഉണ്ടെന്ന്. അതായത് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ തുണി നനയ്ക്കാനുള്ള സ്ഥലമാണ്. തുണി നനയ്ക്കാനുള്ള കല്ല് ഇവർ ഇട്ടേക്കണം ഒരു നല്ല സ്ഥലത്താണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് എവിടെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നീ എവിടെ പോയത്? എവിടെ പോയത്? മറ്റുള്ള എവിടെ പോയത് ഗൈസ്? അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ടാണ് അടുത്ത എൻട്രൻസ്. ഇവിടെ ഒരു വാതിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമെന്ന്. ഇതാണ് ഇവിടുത്തെ തുണി നനയ്ക്കണ സ്ഥലം. അപ്പോൾ തുണി നനയ്ക്കാൻ നമ്മളിവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് മഴയാണെങ്കിൽ നമുക്ക് തുണി നനച്ച് ഇവിടെ നമ്മളിവിടെ അശയെന്നാണ് പറയണത്. നിങ്ങളവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അശ നമ്മൾ തുണി വിരിക്കാനുള്ള സാധനം കയറ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ നിന്ന് തുണി വിരിച്ചിട്ട് നമുക്ക് ഈ അശയിൽ വിരിച്ചാൽ മതി, മഴയൊന്നും നനയൂല. ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിൻ, ഇതൊന്നും ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് വൃത്തിയില്ലാതെ കിടക്കുവാണ് ഗൈസ്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ ഉണ്ടായിരിക്കടാ, ഇവിടുന്ന് നോക്കിയാൽ ഗൈസ് നല്ലൊരു വിളയാണ്. ഇതാരുടെയോ സ്ഥലമാണ്. അവിടെ 2 പോത്തിനെ കെട്ടിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഒരുത്ത ഇവിടെ നിന്നുകൊണ്ട് കുരയ്ക്കണത്. അതാര് മക്കളെ? ആരെടാ? ആര് മക്കളെ? പിടിച്ചോ. 2 പോത്തിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. പോത്താണോ കാളയല്ലല്ലോ, പോത്തല്ലേ ഗൈസ്? ഇതാര് മക്കളെ? ജാക്കിയേ ഇതാരടി മുത്ത്? സുന്ദരി ഗൈസ്. അപ്പോൾ നമുക്ക് ഇതാണ് തുണി നനയ്ക്കാനുള്ള സ്ഥലം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെറസ് ഇതിന് മുകളിലാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു 3-4 സ്റ്റെപ്പ് മുകളിലോട്ട് കയറണം. മുകളിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് മുകളിലത്തെ ടെറസ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എനിക്കിഷ്ടമുള്ള ഏരിയ ഗൈസ്. കാരണം തുണി നനച്ചിട്ട് നമുക്ക് മഴ നനയാതെ വിരിക്കാം. തുണി നനയ്ക്കാൻ നല്ല സൗകര്യമുണ്ട്. മഴയാണെങ്കിലും നനയ്ക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ട് പോകാം. ഇതാണ് നമ്മളെ ഏറ്റവും മുകളിലെ ടെറസ്. നല്ല വെയിലായിരിക്കും ഇപ്പം. ഒരുത്തൻ നമ്മളെ കൂടെ നടക്കുകയാണ്, എവിടെ പോയാലും എൻ്റെ കൂടെ വരും ഗൈസ്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെയും കുറച്ച് ആശയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിലും ചെയ്യാം, ഇവിടെ വേണമെങ്കിലും നമുക്ക് തുണി നനച്ച് വിരിക്കാം. പിന്നെ ഇവിടെ ഞാൻ വരണ കാര്യം ഒന്ന് തുണി നനച്ച് വിരിക്കാനും, ഒന്ന് ജാക്കി മൂത്രം ഒഴിക്കാനും. അവിടെ ആ കിടക്കണത് ഇപ്പം ജാക്കി മൂത്രം ഒഴിച്ചതാണ്. ഇവിടെ മൊത്തം ജാക്കിയുടെ മൂത്രവും 2 മൂത്രവും തീട്ടമൊക്കെ ഉള്ളൂ. ഇവിടെ മൊത്തം ജാക്കിയുടെ വകയാണ്. അപ്പോൾ ഇതാണ് ഓപ്പൺ ടെറസ് ഗൈസ്. പിന്നെ ഇവിടെയും കുറച്ച് വിളയാണ്. ഇവിടെയും ആരും വീടൊന്നുമില്ല.
അപ്പുറത്തും വിളയാണ്, അവിടെയും വീടില്ല. പിന്നെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട, അവൻ ഇവിടെ വന്ന അവന് ബാത്റൂമിൽ പോക്കും ഇച്ചിടക്കമൊക്കെ തന്നെയാണ് എപ്പോഴും. ഇതെന്തിരടാ ഇതെന്തിരടാ ഇച്ചിട്ടാ നീ എന്താ ചാക്കിയത്? തുന്നി മൂത്ത് വെച്ചോടി പെണ്ണെ. ഗൈസ്, ഇതാണ് നമ്മുടെ ടെറസിൽ നിന്നുള്ള ഫ്രണ്ട്. ഇതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എടുത്തില്ലേ ഗൈസ്, വീടിൻ്റെ ഫ്രണ്ട് എടുത്തില്ല, അത് ഞാൻ അവിടെ നിന്നിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതാണ് വഴി. നമ്മുടെ അപ്പോൾ മുകളിൽ നിന്നെയാണ് വഴി വരുന്നത്. അവിടെ നിന്നെയാണ് ഇങ്ങനെ ഇറങ്ങി ഇവിടെ കൂടെ ഈ കാറൊക്കെ കയറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഗേറ്റ് തുറക്കും, നമ്മളല്ലാതെ കയറി വരികയാണെങ്കിൽ ഈ ചെറിയ ഗേറ്റ് തുറക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ അപ്പുറത്തൊരു വീടുണ്ട്, പിന്നെ അവിടെയൊക്കെ വീടുണ്ട് ഗൈസ്. എന്തോന്ന് നോക്കണത്? അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂറ്. ഞങ്ങളിപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിത് ലീസിനെടുത്തതാണ്. ലീസിന് 2 വർഷത്തേക്ക് ലീസിനെടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറൊരു വീട്ടിലോട്ടായിരിക്കും. അപ്പോൾ ആ വീടിൻ്റെ ഹോം ടൂർ കാണിച്ചു തരാം. പിന്നെ എന്നെങ്കിലും ഒരു കാലത്ത് സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ഹോം ടൂർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ദൈവം സഹായിച്ച് നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താ, ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ലാസ്റ്റ് വീഡിയോ ഞാൻ എൻ്റെ കിച്ചൺ ടൂറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഞങ്ങളിപ്പം മാറി, ഇപ്പം ഞങ്ങൾ കുറച്ച് നാൾ കൊണ്ട് താമസിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വീടാണ്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് ആ വാക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു വീടാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഹോം ടൂർ എൻ്റെ ജാക്കപ്പൻ്റെ എൻ്റെ സുന്ദരിയുടെ മുഖം കാണിച്ചോട്. സുന്ദരി പറ, ചേച്ചിയുടെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറ. ജാക്കി പറ. ജാക്കിയേ, ഞാൻ എവിടെ ഇരുന്നാലും അവൻ എൻ്റെ കൂടെ ഇരിക്കും. ഞാൻ നടന്ന എൻ്റെ കൂടെ നടക്കും. ഞാൻ കട്ടിലിൽ കിടന്ന എൻ്റെ കട്ടിലിൻ്റെ താഴെ വന്ന് കിടക്കും. അങ്ങനത്തെ കൊച്ചാണ് എൻ്റെ ജാക്കി കൊച്ച്. അല്ലേ മുത്ത്? എൻ്റെ മുത്തിന് ചോറ് തരാം, എൻ്റെ ചുന്നിന് ചോറ് തരാം. അപ്പോൾ ഗൈസ്, എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.